ഞാനേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വീട്ടിലെ പ്രസവം കുറച്ച് സീനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവർ കുറേ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേ പേരെ ബ്രെയിൻ വാഷ് ചെയ്ത് വീട്ടിലെ പ്രസവത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അക്യുപങ്ചർ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഈ വീട്ടിലെ പ്രസവത്തിന് സഹായകരമാവും എന്ന് പറഞ്ഞിട്ട് മോഡേൺ മെഡിസിന് എതിരായിട്ട് കുറേ പേര് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ഒരു ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ട് ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യേണ്ടെന്നുള്ള കാര്യം കൃത്യമായി എടുത്തു കാണിച്ച് കണക്കടക്കം ഒരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അതിൽ തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മലപ്പുറം ജില്ലയിലാണ് ഈ ട്രാപ്പിൽ പോയി പെടുന്ന എത്രയോ മാതാപിതാക്കന്മാരുള്ളത്. ഓക്കെ, അതും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോയുടെ ഒരു മെയിൻ കോർ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ ഒരു കപ്പിള് വരികയാണ്, വീട്ടിൽ കുട്ടിയെ പ്രസവിച്ചു, അവരുടെ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനെ തുറന്നിട്ട് അവർ മീഡിയാസിനെ ആക്സസ് ചെയ്യുന്നു. പക്ഷേ മീഡിയയിൽ വന്ന സമയത്ത് അവർ പറയുന്നത് അവർ അക്യുപങ്ചർ പഠിച്ചതാണ്, അവർക്ക് ഹോസ്പിറ്റൽസിനോടും മോഡേൺ മെഡിസിനോടും ഒരു തരത്തിലുള്ള താല്പര്യമില്ല, മരുന്ന് കഴിക്കാറില്ല, വാക്സിനേഷനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കംപ്ലീറ്റ്ലി വേറൊരു മൂഡിൽ വർത്താനം പറഞ്ഞു പോകുന്നു. അപ്പോൾ അവർ വീട്ടിലെ പ്രസവം എന്നുള്ളതാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് മോഡേൺ മെഡിസിനോടോ ഹോസ്പിറ്റലിനോടോ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്നുള്ള ഒരുതരം എന്താ പറയുക, ഒരിക്കലും സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജ് കൊടുത്ത ഒരു കപ്പിൾസ് ആയിരുന്നു. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് ഈ മലപ്പുറം ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം നടക്കുന്നു, ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കണം. പാരലായിട്ട് ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കാണുന്ന ന്യൂസ് എന്താ, എൻ്റെ നാട് മലപ്പുറമാണ്, ഞാൻ മലപ്പുറം ടൗണിൻ്റെ ചുറ്റുവട്ടത്താണ്, ഞാൻ കോൽമണ്ണയാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യം മീനും ഇറച്ചിയും ബീഫൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചട്ടിപ്പറമ്പ് മാർക്കറ്റിലാണ് പോകാറ്. എനിക്ക് ചട്ടിപ്പറമ്പ് ഭാഗത്തായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ കേൾക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ചട്ടിപ്പറമ്പ്, മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മലപ്പുറത്ത് യുവതി മരിച്ച് എന്നാണ് കേട്ടത്. അപ്പം ഈ ഒരു വിഷയം 5ാമത്തെ പ്രസവമാണ് ആ ലേഡിയുടെ. പ്രസവത്തിൻ്റെ കണക്കല്ല ഞാൻ പറയുന്നത്. ഇതിലൊരു വേർഷൻ ഞാൻ കേൾക്കുന്നത് 2 പ്രസവം ആദ്യത്തെ ഹോസ്പിറ്റലിലും ബാക്കി 3 ഒരു വീട്ടിലും ആയിരുന്നു എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് 4 പ്രസവവും വീട്ടിലായിരുന്നു, ഇപ്പം 5ാമത്തെ പ്രസവവും വീട്ടിലാണ്. ഓക്കെ, ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം. സ്വാഭാവികമായും മലപ്പുറത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതിനകം ഈ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ ചില മതപ്രഭാഷകരുടെയും ചില അത്തരത്തിലുള്ള ചില ആൾക്കാരുടെയും എല്ലാം സ്വാധീനം കൊണ്ട് ഡോക്ടർമാരെ കാണിക്കാതിരിക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുക, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് ഈ മരണത്തെയും പോലീസ് കാണുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പും കാണുന്നത്. അതായത് വീട്ടിൽ നിന്ന് പ്രസവം നടക്കുന്നു, ഇത് 5ാമത്തെ പ്രസവമാണ്, അവിടെ നിന്നും വേണ്ടത്ര പരിചരണം ലഭിക്കാത്ത കാരണമാണ് മരണം സംഭവിച്ചത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ മരണം സംഭവിച്ച കാര്യം ഒരു രീതിയിൽ പോലീസിനെയോ മറ്റ് നിയമ സംവിധാനങ്ങളെയോ ഒന്നും അറിയിച്ചില്ല എന്നും അത് മൂടി വെച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിനായി പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പോലീസ് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുന്നത് തടയുകയും ചെയ്തിട്ടുള്ളത്. മലപ്പുറത്ത് പ്രസവം നടന്ന വീട്ടിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയതായി ഇപ്പോൾ വിവരമില്ല. ഏതായാലും വീട്ടിൽ വെച്ച് പ്രസവം നടന്നു, മതിയായ ചികിത്സ നൽകാതെ ആണ് മരണമുണ്ടായത് എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മലപ്പുറത്ത് നടന്ന വീട്ടിലെ പ്രസവം നമുക്കൊന്ന് എടുത്തു വെച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാനും പിന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എഗെയിൻ ഞാനിതൊരു അവയർനെസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ മതപരമായിട്ടൊരു മതത്തിനെ എടുത്തു വെച്ച് വിമർശിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം മതപ്രഭാഷകന്മാരെ എടുത്തിട്ട് വെച്ച് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകളെയോ വെച്ച് ചെയ്യുന്നതല്ല. ചില ആളുകൾ, ഞാനത് വീണ്ടും വീണ്ടും പറയുന്നു, ഒരു അവയർനെസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചെയ്യുന്നൊരു പ്രവൃത്തി മതത്തിനും അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ബാക്കി പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ ആ മതം റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ബാക്കി വ്യക്തികൾക്കും വരെ മോശപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മാറാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചട്ടിപ്പറമ്പ് സംഭവിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടിപ്പറമ്പ് മതപ്രഭാഷണം യൂട്യൂബ് ചാനലും അന്ധവിശ്വാസമൊക്കെ ആയിട്ടാണ് ഒരു വ്യക്തി നടന്നുകൊണ്ടിരുന്നത്. അയാളുടെ പേര് സിറാജുദ്ദീൻ എന്നാണ്. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സിറാജുദ്ദീൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ചുറ്റുവട്ടത്ത് ചട്ടിപ്പറമ്പ് ഇവർ 1.5 വർഷമായിട്ട് മാത്രമാണ് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നത്. ഈ ലേഡിയുടെ വീട് പെരുമ്പാവൂരാണ്. ഇയാൾ ആലപ്പുഴക്കാരനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ സിറാജുദ്ദീനോ ഭാര്യയോ പുറം ലോകത്തിനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കുട്ടികളെ
സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി മാത്രമാണ് സിറാജുദ്ദീൻ്റെ ഭാര്യ പുറത്തിറങ്ങുന്നത്. അതും റീസെൻ്റ് ഇവർ പുറത്തിറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ കാണുമ്പോഴാണ് നാട്ടുകാർക്ക് ചിലർക്ക് അടുത്തുള്ള നെയ്ബേഴ്സിന് മനസ്സിലായത് ഇവർ ഗർഭിണിയാണെന്നുള്ളത്. അതും ഒരു 8 മാസം 9 മാസമായ നിറ വയറോട് കൂടി ഗർഭിണിയാണെന്നുള്ളത് ഇവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പുറം ലോകത്തിനുമായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും കാര്യങ്ങളും അന്ധവിശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ അന്ധവിശ്വാസം എന്ന് തന്നെയാണ് നാട്ടുകാർ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ സാധാരണ യൂട്യൂബ് ചാനൽ നടത്തുന്ന എത്രയോ പേരുണ്ട്, മതപ്രഭാഷണം നടത്തുന്ന എത്രയോ പേരുണ്ട്. അല്ല, നാട്ടുകാർ ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾക്ക് മന്ത്രവാദം, അന്ധവിശ്വാസം, ഇയാൾ സിദ്ധവൈദ്യൻ എന്നുള്ളൊക്കെ രീതിയിൽ ഇഷ്ടംപോലെ പരിപാടികൾ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരായിട്ട് ഇയാൾക്ക് ഒരു കണക്ഷനും ഇല്ല. ഫൈൻ, അങ്ങനെ നാട്ടുകാർക്ക് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ഈ ലേഡി ഗർഭിണിയാണെന്നുള്ളത് നാട്ടുകാർ റീസെൻ്റ്ലിയാണ് പറഞ്ഞത്. അസ്മ എന്നാണ് ഈ ഒരു ലേഡിയുടെ പേര്. 2 കുട്ടികളെ വീട്ടിൽ അല്ല ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്, പിന്നെ 3 കുട്ടികളെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു, അല്ല 4 കുട്ടികളെയും വീട്ടിലാണ് പ്രസവിച്ചത്, 5ാമത്തെ പ്രസവം വീട്ടിലാക്കിയത് കൊണ്ട് ഭാര്യ മരിച്ചു എന്നുള്ള പല വേർഷൻസും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും മറ്റേ ഇതായിട്ട് പോട്ടെ, അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. ഇയാൾക്ക് ഈ മന്ത്രവാദം, സിദ്ധ ചികിത്സ, ഇങ്ങനത്തെ പരിപാടികളുള്ള യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോകുന്ന, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഇയാൾക്കെതിരെ പല വിമർശനങ്ങൾ വന്ന സമയത്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇയാളെ യൂട്യൂബ് ചാനലിലെ പ്രശ്നം അല്ലെങ്കിൽ ബാക്കി പ്രശ്നങ്ങളൊന്നും അല്ല പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തു നോക്കി പറയേണ്ടതും സംസാരിക്കേണ്ടതുമായിട്ടുള്ള ചില മെയിൻ പോയിന്റുകളുണ്ട്. അത് കിടക്കുന്നത് ഇവിടുത്തെ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞ് ഇവർ കുറേ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക കാലഹരണപ്പെട്ട രീതിയാണ്. അത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ പ്രസവം നടത്തിയിട്ടുണ്ട്, വയറ്റാട്ടിമാർ വന്നിട്ടുണ്ട്, പ്രസവങ്ങൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതിന് മുന്നുള്ള ആളുകളൊക്കെ വീട്ടിൽ പ്രസവിച്ചിട്ട് അവിടുന്ന് വയറ്റാട്ടിമാരൊക്കെ എടുത്ത് കൊണ്ടുവന്ന അങ്ങനത്തെ രീതികളായിരിക്കും. പക്ഷേ കാലം മാറി, രീതികൾ മാറി, മനസ്സിലായോ? ജനിക്കുന്ന കുട്ടികളുടെ മരണ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിനെ ട്രസ്റ്റ് ചെയ്യില്ല, മരുന്നിനെ ട്രസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരലൽ ഗ്രൂപ്പ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള മരണങ്ങൾ സംഭവിച്ച ആരുത്തരം പറയൂ ഇതിന്? ഇപ്പം ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്ന അതേ കണക്കുകളും അതേ കാര്യങ്ങളും ഞാൻ ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവയർനെസ്സിനാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് കേൾക്കും കാണുകയും വേണം. ഓക്കെ, 2023-24 വീട്ടിൽ പ്രസവം നടന്നതിൻ്റെ കണക്കിൽ 253 വീട്ടിലെ പ്രസവമാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളത്. ബാക്കി ജില്ലകളുടെ കണക്കൊക്കെ നമുക്ക് സൈഡിൽ കാണാം. 24 ഏപ്രിൽ ടു സെപ്റ്റംബർ മാത്രം മലപ്പുറത്ത് നടന്നത് 93 പ്രസവങ്ങളാണ്. ഓക്കെ, ഇത് 2024 ഏപ്രിൽ ടു സെപ്റ്റംബറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 2025 മാർച്ച്, ഏപ്രിൽ, മെയ്, ഇനി അടുത്ത ഒരു മാസം കൂടി കൂട്ടിയിട്ടുള്ള കണക്കുകൾ നിങ്ങൾ നോക്കിയാൽ സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പ്രസവത്തിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടാവും എന്നുള്ളത് കൃത്യമായ കണക്ക് സർക്കാരിന് എടുത്ത് നോക്കിയാൽ അതിൽ എത്രത്തോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ എത്രത്തോളം മിസ്കാരേജ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കിട്ടാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡാറ്റ കിട്ടാൻ വളരെ പാടാണ്. ബിക്കോസ് ഇത് വീട്ടിലെ പ്രസവമായതുകൊണ്ട് ഇത് വളരെ സീക്രട്ടായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു മരണം സംഭവിച്ചു, ഈ വ്യക്തി ചട്ടിപ്പറമ്പ് മലപ്പുറത്ത് നിന്ന് ഈ ലേഡിയുടെ ബോഡിയും കൊണ്ട് പെരുമ്പാവൂർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ വീട്ടുകാർക്ക് ഒരു സംശയം തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രം പുറം ലോകം അറിഞ്ഞതാണ്. അങ്ങനെ പുറം ലോകം അറിയാതെ പോകുന്ന ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഞാൻ വീണ്ടും മാതൃഭൂമിയിൽ വന്ന പത്ര കട്ടിങ് ഇവിടെ കൃത്യമായിട്ട് വെക്കുകയാണ്. ഈ പത്ര കട്ടിങ്ങിലൂടെ എഴുതിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുകയാണ്. വീട്ടുപ്രസവം നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ ഇതിനായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചാരണം നടത്തുകയും വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കൂട്ടരുടെ കുടുംബ സംഗമങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. ഈ കൂട്ടരിൽ ഡോക്ടർമാരും അധ്യാപകരും അടക്കം ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. ഈ വീഡിയോനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതേപോലെ വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത്. വീട്ടുപ്രസവം നടത്തി ആ വീട്ടുപ്രസവത്തിൽ കുട്ടികളുണ്ടായവരുടെ മീറ്റപ്പ് വെച്ച് അതിൽ ഓരോരോ അമ്മമാരെയും കുട്ടികളെയും വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ. നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വളരെ ഹൃദ്യമായി
അത്തരം ആളുകളെ, നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ്. ആ നിമിഷത്തിൽ വേദിയിൽ നമ്മളോടൊപ്പം ഇവിടെ വേണ്ടത് അക്യൂ മാസ്റ്റർ നുസ്രത്ത് മേഡം, അക്യൂ മാസ്റ്റർ സീമ സിദ്ദിഖ്, അക്യൂ മാസ്റ്റർ ബിൻസിറ മേഡം, അക്യൂ മാസ്റ്റർ ഫൗസീന മേഡം വളരെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വനിതാ നേതൃത്വത്തിന്റെ ഒപ്പം നിങ്ങളൊന്ന് അറിയാൻ, അവരെ ഒന്ന് ആദരിക്കാനായി വേദിയിലേക്ക് ഈ ബാച്ചിൽ നിന്നും ഹോം ബർത്ത് നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടത് ഇതൊരു, എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ്, അക്യൂപങ്ചർ ക്ലാസ്സുകൾ പഠിപ്പിച്ച് ആ ക്ലാസ്സുകളിൽ ആ ബാച്ചിൽ ഹോം ബർത്ത് ചെയ്ത് ലേഡീസ് അവരുടെ കുട്ടികൾ കയ്യിൽ ബ്രേവറി അവാർഡ് ഫോർ ഹോം ബർത്ത് എന്നിട്ടാണ് ഇവർ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്ത് തരം ബ്രേവറി അവാർഡാണ് ഈ ഹോം ബർത്തിന് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്ന രീതി എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അക്യൂപങ്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ ബാച്ചുകളിലോ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് അക്യൂപങ്ചറിനേക്കാൾ കൂടുതൽ ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഹോം ബർത്തിനെയാണോ എന്നുള്ളൊരു സംശയം വരെ തോന്നിപ്പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കൂട്ടായ്മകൾ, ഇങ്ങനത്തെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണ് മലപ്പുറം ജില്ലയിൽ. വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ദിസ്, മതം ഉപയോഗിച്ച് മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ, അതും കുറച്ചധികം ഒരു എക്സ്ട്രീം ചിന്താഗതിയുള്ള, മതപരമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ വളരെ വലുതായിട്ട് ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് മോഡേൺ മെഡിസിൻ മോശമാണ്, ഹോസ്പിറ്റലുകാർ നിങ്ങൾ അങ്ങനെ ചെയ്യും, മെഡിസിൻ അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ വിചാരിച്ച് അതൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാത്തിൽ നിന്നും മോഡേൺ മെഡിസിനിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യുക. അതിൽ നിന്ന് സംഭവിച്ചത് തന്നെയാണ് ഇപ്പം ആ ചട്ടിപ്പറമ്പുണ്ടായത്. മനസ്സിലായോ? ആ ഭാര്യ പെട്ടകയാണ് വേദനയിൽ, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൈകിട്ട് 6 മണിക്ക് അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലൊരു ഗ്രൂപ്പിൻ്റെ, ഇതേപോലെ ഹോം ബർത്ത് ഗ്രൂപ്പിൻ്റെ ഒരു തരം വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഒരു ബാക്കപ്പ് ഈ പറഞ്ഞ ഹസ്ബൻഡിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സംശയിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക്, സാറ്റർഡേ 6 മണിക്ക് ഈ സ്ത്രീ മരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച 6 മണിക്ക്. 9 മണിയോട് കൂടിയിട്ടാണ് ആംബുലൻസ് വരുന്നതും ആളുകൾ അറിയുന്നതും. ഈ ആംബുലൻസ് വന്ന ആളുകൾ അറിഞ്ഞ സമയത്ത്, ഈ ആംബുലൻസ് വന്ന് വീട്ടുകാർ ആണെന്ന് വിചാരിച്ച് കുറേ പേരോട് സംസാരിക്കാനും കണ്ട സമയത്ത് നിന്ന ആളുകളൊക്കെ ഈ ബോഡി കൊണ്ടുവന്നപ്പോൾ ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഒരു വേർഷനിൽ ഓൾറെഡി അവർ മരവിച്ച ഒരവസ്ഥയിലാണ് അവരുടെ ബോഡി. സോ അത് പെട്ടെന്ന് നടന്നൊരു മരണമല്ല, ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളൊരു വേർഷനാണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടലാണെന്നുള്ള വേർഷനാണ് ഈ ഹസ്ബൻഡ് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. 6 മണിക്ക് മരിച്ചിട്ട് 9 മണി വരെ ഈ വ്യക്തിയെ സഹായിക്കാൻ 4-5 പേര് ആ നാട്ടിലില്ലാത്ത, ചട്ടിപ്പറമ്പ് ആ ഭാഗത്ത് എവിടെ ഇല്ലാത്ത ആളുകൾ ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതാര്, ഏത് ഗ്രൂപ്പ്, ഈ 5-6 ആൾക്കാർ ആര്? അവരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹോം ബർത്ത് പ്രൊമോട്ട് ചെയ്യുന്ന, ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന മലപ്പുറത്തുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് കിട്ടും. അതിന് ഈ പറഞ്ഞ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ കാണും നിങ്ങൾക്ക്. എന്താണെങ്കിലും ഇവരുടെ ഈ മരിച്ച ലേഡിയുടെ റിലേറ്റീവ് സംസാരിക്കും, നിങ്ങൾ കേട്ടോ. നാട്ടുകാരാണ്, അയൽവാസിയാണ്. സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കെന്തോ പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്ഥിതിമോ മരിച്ച വിവരമോ പറയുണ്ടായില്ല. ആകെ അദ്ദേഹം ചെയ്ത, അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട്, ആലപ്പുഴ എന്താണ് അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയാണ് അറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് മൊത്തം ഇത് 5ാമത്തെ പ്രസവമാണ് നടന്നത്. നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ 3 പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിൽ 1 പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നുള്ളതായിട്ടാണ് അറിയുന്നത്. മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത്, അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനമുള്ള ആൾക്കാരൊന്നുമല്ല. അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല. അതാണ് യഥാർത്ഥം.
അറിയാൻ കഴിയുന്നത്. അപ്പോൾ വീട്ടിലെത്തും. അതെ, പ്രസവം നടന്നത് 9 ആ സമയത്ത് തന്നെ ഏതാണ്ട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് 11 മണിക്ക് ശേഷം മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ 9 മണി ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അതിൻ്റെ കൂടെ വന്ന ആളുകൾ പറയുന്നത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം അധികം സമയമായിട്ടുണ്ടായി. കൂടെ 5ഓളം പേര് കൂടെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരായ ആളുകളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുറേ ഫാൻസുകാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തുള്ളവരല്ല, പല സ്ഥലത്ത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. ആംബുലൻസിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആംബുലൻസ് പോയതിനു ശേഷം നമ്മൾ ചെല്ലുന്നത് 5 പേരെ നമ്മൾ അതെ, അവർ അറിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് അവരിൽ 2 പേരാണ് ഈ ബോഡി പായൽ പൊതിച്ചിട്ട് ആംബുലൻസിലേക്ക് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇവർക്കറിയാം മരണം സംഭവിച്ചു എന്നുള്ള വിവരം ഇവർക്കറിയാം, ഇവൻ്റെ നിജസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. പക്ഷേ ഇവരൊന്നും ആരെ അറിയിക്കാനോ പറയാനോ ഒന്നും തയ്യാറായില്ല. ഇപ്പോൾ പ്രസവം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വീട്ടിൽ സംഭവിക്കും. ഇപ്പോൾ ബസ്സിൽ പോലും പ്രസവം നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഹോസ്പിറ്റലൈസ് ചെയ്യും. ഈ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് ആയപ്പോഴും മരണവെപ്രാളം കാണിച്ചപ്പോഴും ഈ സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്ത സമയത്തും ഇത് മതിയായ ചികിത്സ കൊടുക്കാനോ ഒന്നും തയ്യാറാവാതെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചോദിച്ചു തന്നു. വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ പ്രസവത്തിൻ്റെ സമയത്ത് ഒരു ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഈ കൂടെ വന്ന ആളുകൾ എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അയൽവക്കത്തോ അയൽവാസികളൊന്നും പറയാതിരുന്നാന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റപ്പെട്ട വീടാണ്, കുറച്ച് ദൂരെയാണ് അയൽവാസികളുള്ളത്, അവരായിട്ട് വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകൾ വിളിച്ചു വരുത്തിയാന്ന് പറഞ്ഞത്. ആ നാട്ടിലുള്ളവരും ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സും കൃത്യമായി പറയുന്നുണ്ട്, ആ നാട്ടിലെവിടെയും ഇല്ലാത്ത ഈ ഹസ്ബൻഡിൻ്റെ മേ ബി സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഇതേപോലെ ഹോം ബർത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകളായിരിക്കാം, അങ്ങനത്തെ ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കാം. 4-5 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ പല ആളുകളും ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുറിപ്പുകളായിട്ടും വീഡിയോസായിട്ടും ഹോം ബർത്തിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിരുന്ന അക്യുപഞ്ചറിനെ കുറ്റം പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മത നേതാക്കന്മാരെയോ അല്ലെങ്കിൽ മതം ഇത് നടത്തുന്ന ആൾക്കാർ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മതത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ ചെയ്യുന്നത് നാളെ മതത്തിൻ്റെ തലയിൽ വരാം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണം. എൻ്റെ നാട് മലപ്പുറമാണ്. ഇങ്ങനത്തെ ഒരു കാലഹരണപ്പെട്ട ഒരു തരം രീതി ഇപ്പോഴും പൊക്കിപ്പിടിച്ച് അത് പ്രൊമോട്ട് ചെയ്ത് അത് ഭയങ്കരമായിട്ട് നമ്മൾ ആളുകളുടെയിലേക്ക് എത്തിക്കുന്ന ഒരു തരം ഗ്രൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ അറിയിച്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞ് അതിലെന്ത് ചെയ്യണം, അവരെ അങ്ങോട്ട് പൂട്ടിക്കണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് ഇതിൻ്റെ ഒരു ഓഡിറ്റ് എടുത്ത് വെച്ച് ഇവരെത്ര പേരാണ്, ഇപ്പം എത്ര വീട്ടിലെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്, ആ വീട്ടിലെ പ്രസവങ്ങളിൽ എത്ര കാഷ്വാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിൽ വീട്ടിലെ പ്രസവം കാരണം സഫർ ചെയ്യുന്ന പലരും ഉണ്ടാവും, ബോഡി കണ്ടീഷൻ, പല ലേഡീസും പല കുട്ടികളും. ഇതൊരു എന്താ പറയുക, നല്ലൊരു അഡ്വാൻസ്ഡ് സൊസൈറ്റിക്ക്, ഡെവലപ്ഡ് സൊസൈറ്റിക്ക് ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാതൃകയോ രീതിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഒരു വ്യക്തിയുടെ ക്ലിപ്പും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഇയാൾ ഞാനിന്ന് തൊട്ടടുത്ത് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ അടുത്തുള്ള അയൽവാസികളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വരെ നമ്മൾക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ എത്ര കുട്ടികളുണ്ട് ഇതൊന്നും നമ്മൾക്കറിയില്ല. ഇന്ന് ഉള്ള വാർത്തൻ്റെ ഇതനുസരിച്ചാണ് 5ാമത്തെ കുട്ടിയാണ് പ്രസവിച്ചത് നമുക്ക് മനസ്സിലാകുന്നത്. ഇയാളൊരു ചാനൽ നടത്തുന്നുണ്ട്, അതിൻ്റെ പേര് മടവൂർ കാഫില എന്നുള്ളതാണ്. അതായത് 10-35 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളെ അത്ഭുതങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒരു ചാനലിലൂടെ അറിയിച്ചിട്ട്, അതാണ് ഇയാൾ നമ്മൾ ആർക്കും ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണത്. ആ ചാനൽ മടവൂർ കാഫില എന്നാണ് അതിൻ്റെ പേര്. ഇയാൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സ്ഥലത്തുള്ള പരിസരത്തുള്ള ഒരു വീടുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈവൻ പറഞ്ഞാൽ എന്താണ് ഇയാളെ ജോലി അല്ലെങ്കിൽ ഇയാളെ എന്താണ് സംഭവങ്ങളൊന്നും നമ്മൾക്ക് ആർക്കും. അപ്പോൾ ഈ പെരുമ്പാവൂർ ആലപ്പുഴയുള്ള ഇവർ 1.5 വർഷം മുമ്പ് മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്തെ നാട്ടുകാരായിട്ട് വളരെ ചുരുക്കമാണ്. മലപ്പുറത്തൊക്കെ നാട്ടുകാരായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ വളരെ ചുരുക്കമാണ്. നമ്മളൊക്കെ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയും, തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷെ ഇവരിങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലം, ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചാണ് ഉള്ളിക്കാണ്. അവിടെ ഇങ്ങനെ റിമോട്ടായിട്ടുള്ളൊരു വീട് എടുത്തിട്ട് അവിടെ എന്ത് തരം ആക്ടിവിറ്റീസ് ഇവർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി അൺഫോർച്ചുനേറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതേപോലെയുള്ള മതം മറയാക്കി മതത്തിലൂടെ മതം വിറ്റ് അതിലൂടെ ചൂഷണം ചെയ്ത് ആളുകളിലേക്കൊരു റോങ് ഇൻഫർമേഷൻ കൊടുത്ത്
അങ്ങനെയുള്ള ആളുകൾ എക്സ്പോസ്ഡ് ആവണം. ഓക്കെ, അവരെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് മതത്തിനെ പറഞ്ഞ് അല്ലെങ്കിൽ മതത്തിൻ്റെ ഇവരെ പറഞ്ഞ് അങ്ങനത്തെ സ്കീമൊന്നും ആരും കൊണ്ടുവരാതിരുന്നാൽ ഏറ്റവും നല്ലത്. കാരണം ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ആ കപ്പിൾസ് വന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഈ കപ്പിൾസ് വീണ്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ മെസ്സേജ് അയച്ചൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറഗൻ്റായിട്ട് ഭയങ്കര മോശമായ രീതിയിലൊക്കെയാണ് അവരെനിക്ക് മെസ്സേജ്. അപ്പോൾ ലേഡി മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞാനും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എപ്പോഴും റിപ്ലൈ കൊടുത്തതും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് അങ്ങോട്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് എപ്പോഴും സർട്ടിഫിക്കറ്റിന് അവകാശമുണ്ട്. മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ തർക്കിച്ചു ആർഗ്യൂ ചെയ്യും. ഞാൻ അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകൾ, മോഡേൺ മെഡിസിനോട് ഒട്ടും താല്പര്യമില്ലാതെ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഗ്രൂപ്പുകളോട് നിങ്ങൾ പോയിട്ട് എങ്ങനെ സംസാരിച്ചാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരപ്പം മതത്തിൻ്റെ മറ എടുത്ത് വെച്ച് മുന്നിൽ വെച്ച് ഒന്നില്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ പോരായ്മകൾ പറഞ്ഞിട്ട് അവരത് ഡിഫെൻഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ മരണം നടക്കുന്നില്ലേ, മറ്റേ വാക്സിനേഷൻ അടിച്ച ആളുകൾക്ക് സംഭവിക്കുന്നില്ലേ. പക്ഷേ ഇപ്പോഴത്തെ രക്ഷപ്പെടുന്നതിനെ കുറിച്ചിട്ട് അവരൊന്നും പറയില്ല. എത്ര പേര് രക്ഷപ്പെട്ടു എന്നുള്ളതിനൊന്നും അവർക്ക് കണക്കില്ല, അവരൊന്നും പറയില്ല. പ്രാകൃതമായിട്ടുള്ള രീതികൾ മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് മുതൽ ഇങ്ങോട്ട് വന്ന് മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ മനുഷ്യൻ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് സൊസൈറ്റിയിൽ, ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് സൊസൈറ്റിയിൽ. അതൊക്കെ ഇങ്ങനെ കാലം മുന്നോട്ട് പോയിട്ട് നാടും നഗരവും മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൻ്റെ എല്ലാ സ്റ്റേജിലും നമ്മൾ അഡ്വാൻസ്ഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരുമ്പോൾ ഇപ്പോഴും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ കുറേ പേര് നമ്മളെ വീണ്ടും പഴയ കാലത്തിലേക്കും പഴയ ചിന്താഗതി പഴമയിലേക്ക് പോകണം, എത്തി നോക്കണം, പഴമയെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന് മാറ്റം വരേണ്ട കുറേ സംഭവങ്ങളില്ലേ. ഇപ്പം നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. കാരണം ഇപ്പം മെഡിസിൻ്റെ ഫീൽഡിൽ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സിനെ എംപ്രൈസ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കൂട്ടം ആളുകൾ മാത്രം റിവേഴ്സ് ഗിയറിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. വെരി അൺഫോർച്ചുനേറ്റ്, എൻ്റെ മലപ്പുറം നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുന്നു. ഇപ്പോഴും കുറേ പേര് ഈ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കരമായ സങ്കടമുണ്ട്. അതിൽ തന്നെ ഇങ്ങനത്തെ മരണം സംഭവിക്കുമ്പോഴാണ് പല ഡാറ്റാസും പുറത്തു വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ മതത്തിൻ്റെ മുഖംമൂടി ഇട്ടുകൊണ്ട് പലരും ഈ പറഞ്ഞ വെള്ളയും ഇട്ടിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഒന്നും പറയാനില്ല ഈ കേസിലൊന്നും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിമർശിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നുള്ള രീതിക്കാവും. ഞാൻ എല്ലാവരെയും പറയലുണ്ട്, എല്ലാവർക്കും എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഞാൻ പറയാറുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ അറിവിലുള്ള ഏതെങ്കിലും ആളുകൾ ഇതേപോലെ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞ സ്കീമിലാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വാൺ ചെയ്തു. കാരണം സേഫ് അല്ല. അതാണ് എനിക്ക് ഒന്നും പറയുന്നില്ല. കാരണം എന്താ പറയുക, എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന 1-2 ആൾക്കാർ ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിലെ പ്രസവമാണ് ചെയ്തത്, ഞങ്ങൾ ഇനിയും വീട്ടിലെ പ്രസവം ഓപ്റ്റ് ചെയ്തോ. ആർക്ക് പോയി ചെയ്തോ? ലാസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലൊരു കണ്ടൻറ്റിനകത്ത് മാത്രം നിങ്ങൾ തീർന്നു പോകും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾ അനുഭവിച്ചോ, ദാറ്റ്സ് ഇറ്റ്. അതിന് കൂടുതലൊന്നും അവരോട് പറയാനില്ല.